നഗരവാരുതി നടുവിൽ ഞാൻ റിവ്യൂ. ഒരിടവേളയ്ക്ക് ശേഷം ശ്രീനിവാസിന്റെ തൂലികയിൽ പിറന്ന നല്ലൊരു സാമൂഹ്യ സന്ദേശം നൽകുന്ന സിനിമ. അതാണ് നഗരവാരുതി നടുവിൽ ഞാൻ. നീണ്ട ഇടവേളയ്ക്ക് ശേഷം സംഗീത വീണ്ടും മലയാളത്തിലേക്ക് വന്നിരിക്കുന്നു. വേണു ഗൾഫ് ജോലി മതിയാക്കി നാട്ടിലൊരു അപ്പാർട്ട്മെന്റിൽ സെക്യൂരിറ്റിയായി ജോലി നോക്കുന്നു. ഭാര്യയും മകളും അടങ്ങുന്ന കൊച്ചു കുടുംബം. മകളുടെ MBBS പഠനത്തിന് കാശൊപ്പിക്കാൻ നെട്ടോട്ടമോടുകയാണ് വേണു. പക്ഷെ ഒരു വഴിയും ശരിയാകുന്നില്ല. അങ്ങനെയിരിക്കെയാണ് ഭാര്യ പറഞ്ഞ് 18 വർഷം മുമ്പ് നഗരത്തിൽ വാങ്ങിയ ഒരു 5 സെന്റ് ഭൂമി തനിക്കുള്ള കാര്യം വേണു ഓർക്കുന്നത്. ഗൾഫിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് തനിക്ക് മര്യാദയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ പോയ സ്ഥലം. പക്ഷേ നാടും നാട്ടാരും കാലത്തിനൊത്ത് മാറിയതോടെ സ്ഥലം കണ്ടുപിടിക്കൽ ബുദ്ധിമുട്ടിലാകുന്നു. ഒടുവിൽ വില്ലേജ് അസിസ്റ്റന്റിനെയും കൂട്ടി സ്ഥലം കണ്ടുപിടിച്ചപ്പോഴേക്കും അയാൾ ഞെട്ടിപ്പോകുന്നു. അവിടുത്തെ കോളനി നിവാസികൾ സ്ഥിരമായി മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു സ്ഥലമായി മാറിയിരുന്നു അത്. പ്രധാനമായും ഇന്നത്തെ കേരളം നേരിടുന്ന മാലിന്യ പ്രശ്നം തന്നെയാണ് സിനിമ മുന്നോട്ട് വെക്കുന്ന കഥാതന്തു. അത് പതിവ് ശ്രീനിവാസൻ സ്റ്റൈലിൽ തന്നെ വളരെ മനോഹരമായി പറഞ്ഞിട്ടുമുണ്ട്. സംഗീത ശ്രീനി ഉരുളയ്ക്കുപ്പേരി സംഭാഷണങ്ങളും പ്രധാന താരങ്ങളുടെ മികച്ച അഭിനയവും കൊണ്ട് ഈ കൊച്ചു ചിത്രം സമ്പന്നമാണ്. ശ്രീനിവാസിന്റെ മകളായി വേഷമിട്ട കുട്ടിയും നല്ല അഭിനയമാണ് കാഴ്ചവെച്ചത്. അച്ഛൻ മകൾ കൗണ്ടർ ഡയലോഗുകളും രസകരമായിരുന്നു. നവാഗത സംവിധായകൻ ഷിബു ബാലന്റേതാണ് കഥ. ഒരു സാധാരണക്കാരൻ വിചാരിച്ചാൽ നാടിന്റെ വ്യവസ്ഥ തന്നെ മാറ്റാം എന്ന മഹത്തായ സന്ദേശം ഈ സിനിമ നൽകുന്നു.